BGMI എന്ന് പറയുന്ന ഗെയിം നമ്മുടെ പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും പോയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷനും റീസണും വന്നിട്ടില്ലെങ്കിലും എനിക്കറിയാമെന്നുള്ളൊരു റീസൺ ഉണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ വളരെ വിഷമമുണ്ട്. കാര്യം PUBG അല്ലെങ്കിൽ BGMI എന്ന് പറയുന്ന ഗെയിം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും പോയി എന്നുള്ളത് ഒരു വിഷമകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. എന്നാൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുകയാണെന്ന് തോന്നരുത്. നമുക്ക് PUBG പോലത്തെ തന്നെ ഒരു കൊള്ളാവുന്ന അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കുറച്ചൊന്ന് ജോളിയാക്കാൻ ഒരു 5 ഗെയിം നോക്കിയാലോ? നോക്കാമല്ലേ? ആദ്യത്തെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് Farlight 84. Farlight 84 എന്ന് പറയുന്നത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ PUBGയിൽ നിന്ന് കുറച്ച് നല്ല കാര്യങ്ങൾ, ഫോർട്ട്നൈറ്റിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ അവതാർ സിനിമയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടി എടുത്തിട്ടുള്ളൊരു ഗെയിമാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നമ്മുടെ അവതാറിലുള്ള ഒരു റോബോട്ടിൻ്റെ പുറത്തൊക്കെ കയറി നോട്ടിക്കാൻ പറ്റില്ല. അതേപോലെയുള്ള റോബോട്ടിൻ്റെ പുറത്തിരുന്ന് നിങ്ങൾക്ക് നാട്ടുകാരെ വീട്ടുകാരെ കോട്ടിച്ചിട്ട് വെടിവയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ബുള്ളറ്റൊക്കെ തടുക്കുന്ന കാറിൻ്റെ അകത്ത് കയറി ഓടിക്കാം. പിന്നീട് നമ്മുടെ PUBG പോലെ തന്നെ സോണ് ക്ലോസിങ് ചെയ്യും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓടിക്കയറി അവസാനം സർവൈവ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് PUBGയിലുള്ള പല ഗൺ മെക്കാനിസവും ആണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊന്നുമില്ല. PUBGയിൽ എങ്ങനെയാണോ നിങ്ങൾ വെടിവയ്ക്കുന്നത് ഇതിനകത്തും അതുപോലെ തന്നെയാണ്. പക്ഷേ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഭയങ്കര സ്മൂത്തുമാണ്. കാര്യം ഇത് 120 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗെയിമാണ്. നിങ്ങളുടെ ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കിഡിലം എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോവുക. നമ്മുടെ അടുത്ത ഗെയിം നോക്കുന്നതിന് മുന്നേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $100, $200, $300 വരെയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗെയിമാണ്. എന്ന് കരുതി നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ ബെറ്റ് അതുപോലത്തെ സെറ്റപ്പ് ഒന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു NFT ഗെയിമാണ്. മെറ്റാ ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ പ്ലേ ടു ഏൺ NFT ഗെയിമാണ്. NFT എന്താണെന്ന് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ NFT എന്താണെന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സമയം പോവും. ഞാൻ വേറൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷാരിക്കയുടെയാണ്. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് NFT എന്നുള്ളത് മനസ്സിലാവും, എന്താണ് NFT ഗെയിമുകൾ എന്നുള്ളത് മനസ്സിലാവും. ഈ NFT ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് Jump.trade എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ബാറ്റ്സ്മാനെയും ബോളറിനെയും കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാറ്റ്സ്മാനെയും ഒരു ബോളറിനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങളിത് ശരിക്കും കളിക്കണമെന്ന് പോലുമില്ല. നിങ്ങളിത് പർച്ചേസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിറ്റുകൊണ്ട് കുറച്ച് പൈസ നേടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ റെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇനി വരുന്നുണ്ട്. റെൻറ്റ് ചെയ്യാൻ മീൻസ് നിങ്ങളിപ്പോൾ ഒരു സ്പെസിഫിക് ഒരു $10 ഒരു ബോളറിനെയും $10 ഒരു ബാറ്റ്സ്മാനെയും നിങ്ങൾ വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ ആദർശ് ബ്രോയ്ക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഗെയിം കളിക്കാനായിട്ട് 1 മണിക്കൂറത്തേക്ക് ആ ഒരു സാധനത്തിന് റെൻറ്റിന് കൊടുക്കുന്നു. അതാണ് സെറ്റപ്പ്. ഇതെല്ലാം വരാൻ പോകുന്ന ഫീച്ചറാണ്. പക്ഷേ നിങ്ങൾക്ക് ബോളറിനെയും ബാറ്റ്സ്മാനെയും വാങ്ങാനായിട്ട് പറ്റും. ഇത് പുതുതായിട്ട് ലോഞ്ച് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടൂർണമെൻ്റ് ഒക്കെ ഉണ്ട്. $500 വരെയൊക്കെ നിങ്ങൾക്ക് ടൂർണമെൻറ്റ് ജയിച്ച് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ആ ഒരു ഗെയിം കംപ്ലീറ്റ്ലി കളിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് കളിക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ NFTs നിങ്ങൾക്ക് തിരിച്ച് വിൽക്കാനായിട്ട് പറ്റും. അങ്ങനെ വിറ്റുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആക്ച്വലി NFTനെ കുറിച്ചിട്ട് അറിയാവുന്നവർക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്തുവാണെന്ന് മനസ്സിലാവും. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം, നമ്മളിനി ട്രേഡിംഗ് ആണെങ്കിലും ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ഇതിലും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ ഇത് കളിക്കുക. ചിലപ്പോൾ നിങ്ങളൊരു NFT വാങ്ങിച്ചിട്ട് അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ലോസൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കളിക്കാൻ സമയമില്ലാത്തവർക്കും ഇതിനകത്ത് നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. കിഡിലാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് സർവൈവൽ സ്ക്വാഡ് എന്താണെന്ന് ഞാൻ ഒറ്റ വാക്കി പറഞ്ഞുതരാം. BGMI കോപ്പി. ഒന്നുമില്ല. BGMIയുടെ സൗണ്ട്, BGMIയുടെ ഗെയിം മെക്കാനിസം, അതായത് BGMI ഗെയിമിൻ്റെ കോഡ് മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട ഒരു സെറ്റപ്പാണ് നമ്മുടെ സർവൈവൽ സ്ക്വാഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ PUBG തന്നെയാണ്. PUBG മൊബൈൽ, BGMI ഇതിലൊന്നും ഇതൊക്കെ ഭയങ്കര പോപ്പുലറൈസ് ആയതുകൊണ്ടല്ലേ ബാൻ ആയത്. ഇതിലൊന്നും പെടാതെ ഒളിച്ച് ഏതോ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഒരു ഗെയിമാണ്. അടിപൊളി ഗെയിമാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ PUBGയും അല്ലെങ്കിൽ നമ്മുടെ BGMI ഒക്കെ മിസ് ചെയ്യുന്നവർ, ഇനി കളിക്കണമെന്ന് തോന്നി ഡൗൺലോഡ് ചെയ്യാനായിട്ട് സ്ഥലമില്ലാത്തവർ ജസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്താൽ മതി. ടടാ. പിന്നെ എല്ലാം എക്സാക്റ്റ് ആയിട്ടൊന്നുമില്ല. കോഡ് കോപ്പി ചെയ്തപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളൊക്കെ വിട്ടുപോയി കോപ്പി ചെയ്യാൻ. ചിലപ്പോൾ പേസ്റ്റായി കാണൂല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത ഗെയിം എന്ന് പറയുന്നത് BattlePrime. ഇതൊരു വിഷയം ഗെയിമാണ്. ജസ്റ്റ് നിങ്ങളെ ഇറാനിലോ ഇറാഖിലോ ഏതോ ഒരു മുക്കോലോ മൂലോ കൊണ്ട് ഇടും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുക.
വെടിവെക്കുക, ലിറ്ററലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് വെടിവെക്കുക. പക്ഷേ ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സും അതുപോലെ തന്നെ ഗൺ മെക്കാനിസവും എല്ലാം അടിപൊളിയാണ്. പിന്നെ എല്ലാ ഗെയിമും പോലെയല്ല, ആദ്യം നിങ്ങൾ എനിക്ക് പബ്ജിയിൽ 18 മണിക്കൂറുണ്ട്, 17,000 മണിക്കൂറുണ്ടെന്നും പറഞ്ഞ് ഇതിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ വെടിയുണ്ട് തറയിൽ കിടക്കും. അതായത് ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ഒപ്പോണൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കളിച്ച് നിന്നാൽ മാത്രമേ ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കുറച്ച് ടഫാണെങ്കിൽ അതാണല്ലോ ചലഞ്ചിങ് ആയിട്ടുള്ളത്. നല്ല രസമാണ് കളിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ കൗണ്ടർ ടെററിസ്റ്റ് അറ്റാക്ക് പോലെയാണ് ഇതിനകത്ത് വരുന്നത്. എന്നാൽ തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും ഉണ്ട്, നിങ്ങൾക്ക് രണ്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റും. പിന്നെ ഗണ്ണുകൾ ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ ഉസി ഉണ്ട്, അതുപോലെ തന്നെ സ്നൈപ്പറുണ്ട്. സ്നൈപ്പറൊക്കെ വെച്ച് കളിക്കാനായിട്ട് കുറച്ച് സ്കില്ല് വേണം, ബട്ട് കിടിലൻ ഗെയിമാണ്. സൂബ. വയലൻസ് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള വയലൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ അകത്തൊരു ഉളനാണോ അതോ ഫോക്സ്, അങ്ങനെ 3 സാധനത്തിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്തിട്ട് അവസാനം വരെ സർവൈവ് ചെയ്യുക. ഇത് ഊളൻ്റെ കയ്യിൽ അമ്പുമില്ലുണ്ട്, ബോംബുണ്ട്, ഒരു ചെറിയ ബോംബ് പോയി വന്ന് ഇങ്ങനെ വീണിട്ട് ഡും എന്ന് പറഞ്ഞ് പൊട്ടും. അങ്ങനത്തെ ഒരു ബോംബ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള ബോംബെറിയും ക്യൂട്ടായിട്ടുള്ള അമ്പും വില്ലും വെച്ചുള്ള വല്ലവൻ്റെ കുഴൽമാല കുത്തിയെടുക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഭയങ്കര രസമാണ് കളിക്കാൻ, ഭയങ്കര ഫണ്ണാണ്. ഇതിൻ്റെ അകത്ത് ഫയറാണ്, അതായത് തീയാണ് നമുക്ക് ചുറ്റും വരുന്നത്. തീ കത്തി, കാടിൻ്റെ അകത്ത് തീ കത്തി 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 സോണ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ അവസാനം വരെ നിന്ന് നിങ്ങൾ ബോംബും അമ്പും ഒക്കെ എറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനം വരെ സർവൈവ് ചെയ്ത് നിൽക്കുന്ന ആൾ വിന്നർ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ പോണ വഴിക്ക് കുറേ ഫോക്സുകളെയും വേറെ കുറേ വെള്ള കളറിലുള്ളൊരു ജീവിനെയൊക്കെ, അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതിനെയൊക്കെ കാണും. അതെല്ലാം ഓരോ ആൾക്കാർ ഇരുന്ന് നിങ്ങളെപ്പോലെ തന്നെ കളിക്കുന്നതാണ്. അപ്പോൾ അവരെല്ലാം ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗെയിം അവസാനം വരെ എത്തണം. പിന്നെ ഒരു കാര്യം പറയാം, ലാസ്റ്റ് സോണൊക്കെ ആവുന്ന സമയത്ത് അടിയും ബഹളവും പൊട്ടിത്തെറിയും, നമ്മളെറിയുന്ന ബോംബ് നമ്മളെ തലയിൽ തന്നെ വന്ന് വീണ് പൊട്ടുക, വൻ വിഷയമാണ്. പൊളി ഗെയിം എന്ന് വെച്ചാൽ പൊളി ഗെയിം. ഇതിനകത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ്. നിങ്ങളുടെ സ്ട്രെസ് കളയണം, എന്നാൽ കുറച്ച് വയലൻസും വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് സാധനം. ഫൈനലായിട്ടുള്ള നമ്മുടെ ഗെയിം സ്റ്റാൻഡ് ഓഫ്. നമ്മുടെ CSGO എല്ലാവരും, അതായത് കൗണ്ടർ സ്ട്രൈക്ക് ഒഫെൻസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം നിങ്ങൾ ചിലപ്പോൾ കളിച്ചിട്ടുണ്ടായിരിക്കും. വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള ഗെയിമാണ്. അതിൻ്റെ മൊബൈൽ വേർഷനാണ് ഇത്. കുറച്ച് നാളെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ സ്റ്റാൻഡ് ഓഫ് 1 എനിക്ക് ഒരുപാട് ഗണ്ണുകൾക്ക് സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇഷ്ടം പോലെ കളിച്ച ഗെയിമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ സ്ട്രൈക്ക് കളിക്കുന്ന പോലെ അതേപോലത്തെ ഫീലും അതേപോലത്തെ ഗെയിം മെക്കാനിസവും എല്ലാം ആണ്. കിടിലമാണ്. ജസ്റ്റ് നിങ്ങളിങ്ങനെ സ്കോപ്പൊക്കെ ചെയ്ത് നിന്നിട്ട് പടാന്നടിച്ചില്ലെങ്കിൽ അവന്മാരെ നമ്മൾ അടിച്ചിടും. അതേപോലത്തെ കിടിലൻ ഗെയിമാണ്. നിങ്ങൾക്ക് CSGO ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഇഷ്ടംപോലെ ഗണ്ണിൻ്റെ സ്കിന്നുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം, ചില്ല് ചെയ്യാം. അടിപൊളി ഗെയിമാണ്, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ 5 കിടിലം BGMI തിരിച്ച് വരുന്നത് വരെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിം. അല്ലാതെ BGMI എന്നെ റീപ്ലേസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഗെയിമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഗെയിമുകളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.